വാർത്തയിലേക്കാണ്. ഗവർണർക്ക് കോടതി ചെലവ് നൽകുന്നത് തടയാൻ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസിമാർക്ക് കത്ത് നൽകി CPIM. സിൻഡിക്കേറ്റ് ചേരാതെ പണം നൽകരുത് എന്നാണ് ആവശ്യം. സിൻഡിക്കേറ്റ് അംഗങ്ങളായ IB സതീഷ്, സച്ചിൻ ദേവ് MLA എന്നിവരാണ് കത്തയച്ചത്. സുപ്രീം കോടതി അഭിഭാഷകന് ചെലവായ തുക സർവകലാശാല നൽകണമെന്ന് രാജ്ഭവൻ ആവശ്യപ്പെട്ടിരുന്നു. ഹാൻസ് ജോൺ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഹാൻസ്, ഈ സംസ്ഥാനത്തോട് ഏറ്റുമുട്ടാൻ വേണ്ടി ഗവർണർ ചെലവഴിക്കുന്ന തുക ഈ സർവകലാശാല നൽകണം എന്നുള്ള നിലയ്ക്കായിരുന്നു ഗവർണറുടെ ആവശ്യം. അത് നടപ്പാവില്ല, അത് അങ്ങനെ ചെയ്യരുത് എന്നാണോ ഇപ്പോൾ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ഹർഷൻ, ഈ സ്ഥിര VC നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഗവർണറായിട്ടുള്ള ചാൻസലർ കേസ് നടത്തുകയും ഇതിന്റെ വക്കീൽ തുകയായിട്ടുള്ള 11 ലക്ഷം രൂപ ഇരു സർവകലാശാലകളും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾ പകുതി വീതം നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു രാജ്ഭവൻ കത്തയച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള സച്ചിൻ ദേവ് MLA, അതിനോടൊപ്പം തന്നെ IB സതീഷ് MLA, ഇവർ രണ്ടുപേരും വൈസ് ചാൻസലർക്ക് കത്തയച്ചിരിക്കുന്നത്. ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് സർവകലാശാല ചട്ടപ്രകാരം ഇത്തരത്തിൽ ഫണ്ട് അനുവദിക്കണമെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം ചേരണം. സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് യോഗം അത് പാസാക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഫണ്ട് വിനിയോഗം നടത്താൻ പാടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുകയും സിൻഡിക്കേറ്റിന്റെ അനുമതി കൂടാതെ ഇത്തരത്തിൽ ചാൻസലർക്ക് പണം നൽകുകയോ ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇരുവരും വൈസ് ചാൻസലർക്ക് കത്തയച്ചിരിക്കുന്നത്. അതേസമയം ഡിജിറ്റൽ സർവകലാശാലയിൽ ഇത് സംബന്ധിച്ച് ഗവർണർക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. റൈറ്റ്, ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.